കണ്ടോ, ഇത് കണ്ടോ? ഹലോ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുണ്ടോ, ഇന്നും കുറച്ച് മുരിഞ്ഞപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ മുരിഞ്ഞപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ തോരൻ വെച്ചു. ഇന്ന് നമുക്ക് വേറൊരു രീതി വെക്കാം. ഞാൻ കുറച്ച് ചക്കക്കുരു പൊളിച്ചെടുത്തിട്ടുണ്ട്. അതിൽ മൂത്ത ചക്കക്കുരു അല്ലായിരുന്നു, അതുകൊണ്ട് അതിനെ നമുക്കൊന്ന് ആദ്യം ഇച്ചിരി ഉപ്പിട്ട് ഒന്ന് വിസിലടുപ്പിച്ച് വേവിക്കാം. എന്നിട്ട് ചക്കക്കുരുവും മുരിഞ്ഞപ്പൂവും കൂടെ ഒരുമിച്ച് നമുക്ക് തോരൻ വെക്കാം. ചക്കക്കുരു മുരിഞ്ഞപ്പൂവും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിനെ തീ കത്തിക്കാം. ഒരല്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ. നമുക്കത് അടച്ച് ഒന്ന് വിസിലടിക്കട്ടെ. വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചക്കക്കുരു വിസിലടിച്ചു. നമുക്ക് നിർത്തി വെക്കാം. മുരിഞ്ഞ പൂവ് അടുപ്പത്ത് വയ്ക്കാം. ഇനി അതവിടെ ഇരുന്നൊന്ന് വേകുമ്പോഴത്തേനും മുളക് അരച്ചുകൊണ്ട് വരാം. അതിന് ഇടാനുള്ള മിക്സിയുടെ ജാറെടുത്തു. 2-3 ഉള്ളി ഇട്ടു. 2-3 കാന്താരി മുളക് ഇട്ടു. ചക്കക്കുരും കൂടെ ചേർക്കുന്നതല്ലേ, അതുകൊണ്ട് 2 വെളുത്തുള്ളി ഇട്ടു. പിന്നെ ഉള്ളി ഒരല്പം കുറവാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഒരു ഇച്ചിരി സബോളയും കൂടി ഇട്ടേക്കാം. ഇനി നമുക്ക് തേങ്ങയും ഇട്ട് മഞ്ഞളും ചേർത്ത് അരയ്ക്കാം. തേങ്ങയും ഇട്ടു, ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. മുരിഞ്ഞപ്പൂ ഒന്ന് മൂടി വയ്ക്കും. മുരിഞ്ഞപ്പൂവിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചില്ല. ചക്കക്കുരുവിനകത്ത് ഒരല്പം വെള്ളം ഉണ്ടായിരുന്നു. എന്താ ചക്കക്കുരുവാണ്. ആ ചക്കക്കുരു ഇങ്ങോട്ട് ഇട്ട് ഒന്ന് മൂടി വെച്ച് വേകുമ്പോഴത്തേനും മുളക് അരച്ചുകൊണ്ട് വരാം. മുരിഞ്ഞപ്പൂവിന് പതുക്കെ ആവി കയറിയിട്ടുണ്ട്, വെള്ളമുണ്ട്. നമുക്ക് മുളക് ചേർക്കാം. ഒരല്പം കറിവേപ്പില ഇടാം. എന്നിട്ട് ഒന്നും കൂടെ മൂടി വെക്കാം. നമുക്ക് ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. വെള്ളം പറ്റാനുണ്ട്, പറ്റി വരട്ടെ. ഞാനിത് പുറത്തുനിന്നൊന്നുമില്ല, വെള്ളം പറ്റി ഒരുമിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതേ ഉള്ളൂ. നമുക്ക് എന്തോ നോക്കാം. ചക്കക്കുരുവിന് ഉപ്പിട്ടതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, മുരിഞ്ഞപ്പൂവിന് ഉപ്പിട്ടില്ല. അത് കാരണം നല്ല കയ്പുണ്ട്. ഒരു അല്പം ഉപ്പും കൊണ്ടിടാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് 1 മിനിറ്റ് വെള്ളം തുറന്ന് വെക്കാം. വെള്ളം വേഗം പറ്റട്ടെ. നമ്മുടെ കറി എന്തായാലും നോക്കാം. വെള്ളമൊക്കെ പറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് ഇളക്കി നിർത്താം. ഞാൻ ഉപ്പൊക്കെ നോക്കി പാകത്തിനുണ്ട്. നമ്മുടെ ചക്കക്കുരു മുരിഞ്ഞപ്പൂവ് കറി സൂപ്പർ കറി കേട്ടോ. നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ചക്കക്കുരുവും മുരിഞ്ഞപ്പും ഒക്കെ, ചക്കക്കുരുവിൻ്റെ കാലമായല്ലോ. എവിടെയെങ്കിലും മുരിഞ്ഞപ്പ് കിട്ടുവാണെങ്കിൽ അത് ചക്കക്കുരുവും കൂടെ ഒക്കെ ഇട്ട് ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.